അതായത് രണ്ട് ത്രികോണമെട്രിക്സുകളുടെ, അതായത് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ്, ലോവർ ട്രയാങ്കിൾ മെട്രിക്സ്. ഇപ്പോൾ എല്ലിയുടെ നമ്മൾ ട്രയാങ്കിൾ മെട്രിക്സുകൾ അതിൻ്റെ മെട്രിക് ഫാക്ടറൈസേഷൻ രീതിയാണ് നമ്മൾ എൽ യു ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എൽ യു നമുക്ക് മാട്രിക്സ് തന്നെയാണ് എൽ യു ഘടകങ്ങളിലേക്ക് വിവരിക്കുന്ന ലീനിയർ സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം പരിഹരിക്കുന്നതിന് എൽ യു ഫാക്ടറൈസേഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു ആണ് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഒരു മാട്രിക്സിലെ റിഡക്ഷൻ ഓഫ് റോയുള്ള ഫോമാണ്. ഈ 3x3 മാട്രിക്സിൽ നമ്മളൊരു സീരീസ് ഓഫ് എലിമെൻ്റ് ഓപ്പറേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ റിഡക്ഷൻ ഓഫ് റോയുള്ള ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അതായത് ലെഫ്റ്റ് ബോട്ടം കോർണറുകളിലുള്ള ഈ എലമെൻറ്റ്സ് എല്ലാം സീറോ ആക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ മാത്രം നമുക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ റോയിലുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ഓരോ റോയിലും ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻസ് റോ 1, റോ 2, റോ 3 ഇത് അടുത്ത സ്ലൈഡിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ആയ റോ എലമെൻറ്റ്സ് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യണം. റോ എലമെൻ്ററി ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യണം. ഇതിലിപ്പോൾ E4 E5 നമ്മൾ ചെയ്യുന്നുണ്ട്. E4 E5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ ബോട്ടം സീറോ ശ്രദ്ധിക്കാം, സീറോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ E1 E2 E3 E4 E5 ഓഫ് എ ഈക്വൽ ടു എൽ ആണ്. എൽ എന്ന് പറയുന്ന വാല്യൂ എന്താ? എൽ എന്ന് പറയുന്ന വാല്യൂ ആണ് ഏറ്റവും റൈറ്റ് സൈഡിൽ താഴെ കാണുന്നത്. നമ്മൾ പറയുന്നത് എൽ യു ഡീകമ്പോസിഷനാണ്. എൽ യു എന്താണെന്ന് അറിയാം, ലോവർ ട്രയാങ്കുലർ മാട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. ഇത് നമ്മളിപ്പോൾ നമുക്ക് ലോവർ ട്രയാങ്കുലർ മാട്രിക്സിൽ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് മാറ്റാം. അതിന് എൽ യു ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് എച്ച്ലോൺ ഫോം എന്ന് പറയുന്നത് വേറെ രീതിയിലുള്ള എലമെൻ്ററി കാൽക്കുലേഷൻസാണ്, റോ എലമെൻ്ററി കാൽക്കുലേഷനാണ് അത് ചെയ്യുന്നത്. അത്രയും നമ്മൾ ഈ സ്ലൈഡിൽ മനസ്സിലാക്കുക. എൽ ഡി ഒ ഡീകമ്പോസിഷനാണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലെഫ്റ്റ് ട്രയാങ്കിളാണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷണൽ മെട്രിക്സ് ആണ്. ഈ അപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിലൊരു പുതുതായിട്ട് പഠിക്കുന്നതാണ് ഡയമെൻഷണൽ ഡയഗണൽ മാട്രിക്സ് കേട്ടോ. ഡയമെൻഷണൽ മാട്രിക്സിലെ ഡയഗണൽ മാട്രിക്സ്. നമ്മൾ ഈ സെക്ഷനിൽ എൽ യു ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സമവാക്യം നമ്മൾ പരിഹരിക്കാൻ പോകണം ചെയ്യും. അതെങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ A(x=b) എന്ന മാട്രിക് സമവാക്യം ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. A(x=b) എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് മാട്രിക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് മാറിയാത്ത വെക്ടറുകളാണ്, നമുക്കിപ്പോൾ അത് അറിയത്തില്ല. ബി എന്ന് പറയുന്നത് സ്ഥിരമായ ഈ വെക്ടറാണ്. അപ്പോൾ നമുക്ക് അതിൽ എന്താ പറയുക, -4 അതുപോലെ തന്നെ -4 -2 6 എന്നൊക്കെയുള്ള വാല്യൂസ് നമുക്ക് കാണാം. അതിൻ്റെ സമവാക്യങ്ങളും നമ്മൾ ഇതിന് വേണ്ടി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടാമത് പറയുന്നത് എയുടെ എൽ യു ഡീകമ്പോസിഷനാണ്. എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലെഫ്റ്റ് ആണ്, അപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ റൈറ്റ് ആണ്, ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. ഇനി ഈ എൽ യു എങ്ങനെ കണ്ടെത്താന്നുള്ളത് എലിമെൻ്ററി ഓപ്പറേഷനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എൽ യു കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യണം. എൽ y=b എന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ ux=y എന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് ഇതിന് കണ്ടിന്യൂ ചെയ്യുന്നത് സ്ലൈഡ് കൂടി ഉണ്ട്. നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ A(x=b) എന്നുള്ളത് എൽ യു ഡീകമ്പോസിഷൻ വഴി നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ യു മാട്രിക്സ് അറിയാം. അതിൽ E1 -1 E2 -1 = എന്ന് പറഞ്ഞിട്ടുള്ള ഉള്ളതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലോവർ എല്ല് കിട്ടും, ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് കിട്ടുന്നുണ്ട്. ലോവർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ റൈറ്റ് സൈഡിൽ 3 0 ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോവറിന് അപ്പർ കാണണം, യു കാണണം. അപ്പോൾ യു കാണുന്നവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ 3 zeros ആണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് L(y=b) ആണെങ്കിൽ ux=y ആയിരിക്കും. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് അൺനോൺ വെക്ടേഴ്സ് x1 x2 x3 നമുക്ക് കാണാനുള്ള വഴികളാണ് നമ്മൾ ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.